പരീക്ഷകളും വ്യഥകളും വേദനകളും കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ ഗതശമനകൾ കടന്നു വരുമ്പോൾ, കൂടെയുള്ളവർ നിന്നെ വിട്ടിട്ടോടിപ്പോകുമ്പോൾ, ഒപ്പം നിന്നവർ നിന്നെ ഒറ്റുമ്പോൾ, ചതിക്കുമ്പോൾ, നിന്നെ വഞ്ചിക്കുമ്പോൾ, പലരും നിനക്കെതിരായി തീരുമ്പോൾ, സകലതും നിനക്ക് പ്രതികൂലമായി മാറുമ്പോൾ, ഒറ്റപ്പെടലുകളുടെയും നിന്ദകളുടെയും തിരസ്കരണങ്ങളുടെയും വേദനകളുടെയും നടുവിലും നീ ഒറ്റയ്ക്കല്ല. നിനക്കൊരു സ്വർഗീയ പിതാവുണ്ട്. ഗെത്സമനയിൽ ചതഞ്ഞ ഒലിവുകൾ ഇതിനകത്തുണ്ടോ? ഗെത്സമനയിൽ ഉടഞ്ഞ ഒലിവുകൾ ഇതിനകത്തുണ്ടോ? ക്രൂശിക്കേണ്ടവൻ ക്രൂശിക്കട്ടെ, തള്ളി പറയേണ്ടവൻ തള്ളി പറയട്ടെ. നീ ഒറ്റയ്ക്കല്ല. ഗെത്സമനയിലെ പ്രാർത്ഥനയിൽ തന്നെ ഒത്തിരി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഗെത്സമൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ പ്ലേസ് ഓഫ് സബ്മിഷൻ, വിധേയത്വത്തിന്റെ ഏൽപ്പിച്ചു കൊടുക്കലിന്റെ ഇടം. എബ്രായർ 5:7 വാക്യത്തിൽ ആ ഗെത്സമനയിലെ പ്രാർത്ഥന പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: യേശു കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്ത് തൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിച്ച ദിവസം. ഉറച്ച നിലവിളി. യേശു കർത്താവ് ചങ്ക് പൊട്ടി നിലവിളിച്ച, കണ്ണുനീരോടെ അപേക്ഷയും അഭയയാചനയും കഴിച്ച ദിവസം. നിരാശകൾ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ, വേദന ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ, ഉള്ളം പിടയുന്ന സാഹചര്യങ്ങൾ, അലറി വിളിച്ചുള്ള നിലവിളിയിൽ യേശു പറഞ്ഞു: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടന്നാ മതി. പെസഹ ഓർമ്മിപ്പിക്കുന്നത് ഈ പ്രാർത്ഥനയാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ അവൻ പ്രാർത്ഥിച്ചു. അവൻ പ്രാണവേദനയിലായി. അതിന്റെ 7 പെയിനിലൂടെ പോയവർ ഈ കൂട്ടത്തിലില്ല പ്രിയ മക്കളുമാരെ. പ്രഷർ അവന്റെ ശരീരത്തിൽ, മനുഷ്യകുലത്തിന്റെ മുഴുവൻ ഭാരവും വ്യതയും വേദനയും അവൻ ഏറ്റെടുത്തപ്പോൾ അവന്റെ ചെറിയ 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 നെർവുകൾ, ചെറിയ ചെറിയ രക്തധമനികൾ പൊട്ടി വിയർപ്പ് പൊടിയുന്നത് പോലെ അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. നിങ്ങൾക്കറിയുമോ പ്രിയമുള്ളവരെ, ആ രാത്രിയിൽ യേശു കർത്താവ് പിശാചിനോട് പോരാടി, പിശാചിനെ ജയിച്ച്, അവന്റെ പരീക്ഷകളെ ജയിച്ച്, അവന്റെ പദ്ധതികളെ ജയിച്ച്, ദൈവത്തിന്റെ കരങ്ങളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയാണെങ്കിൽ ഒരു തോറ്റ ചരിത്രമല്ല പെസഹ ഓർമ്മിപ്പിക്കുന്നത്. പാതാളത്തെയും മരണത്തെയും ജയിച്ച കർത്താവിന്റെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ മുൻപിൽ സകല പെറ്റീഷൻസും, സകല പെയിനും, സകല വ്യഥകളും ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. തന്നെ ശക്തീകരിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നു. ശിഷ്യന്മാർ എല്ലാം പടയാളികൾ പിടിക്കാൻ വന്നപ്പോൾ അവനെ വിട്ടോടിപ്പോയി എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഓർക്കുക പ്രിയമുള്ളവരെ, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കേണ്ടി വന്നാലും, ദൈവത്തിന്റെ വചനത്തിനു വേണ്ടി, ദൈവിക വ്യവസ്ഥയ്ക്ക് വേണ്ടി നിലനിന്നാൽ മനുഷ്യനായിരിക്കത്തില്ല നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഏഞ്ചൽസ് ആയിരിക്കും, ദൈവത്തിന്റെ ദൂതന്മാരായിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. ശിഷ്യന്മാരോട് ആ രാത്രിയിൽ യേശു കർത്താവ് ചോദിക്കുന്നു: നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷകളിൽ അകപ്പെടാതെ ഇരിക്കുവാൻ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുവീൻ. ഒന്ന്, പരീക്ഷകളും വ്യഥകളും വേദനകളും കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ ഗതശമനകൾ കടന്നു വരുമ്പോൾ, കൂടെയുള്ളവർ നിന്നെ വിട്ടിട്ടോടിപ്പോകുമ്പോൾ, ഒപ്പം നിന്നവർ നിന്നെ ഒറ്റുമ്പോൾ, ചതിക്കുമ്പോൾ, നിന്നെ വഞ്ചിക്കുമ്പോൾ, പലരും നിനക്കെതിരായി തീരുമ്പോൾ, സകലതും നിനക്ക് പ്രതികൂലമായി മാറുമ്പോൾ, ഒറ്റപ്പെടലുകളുടെയും നിന്ദകളുടെയും തിരസ്കരണങ്ങളുടെയും വേദനകളുടെയും നടുവിലും നീ ഒറ്റയ്ക്കല്ല. നിനക്കൊരു സ്വർഗീയ പിതാവുണ്ട്.
എൻ്റെ ജീവിതത്തിന്റെ ഗഡ്സമനയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. ആമേൻ. ഗഡ്സമന എന്ന വാക്കിന്റെ അർത്ഥം ചതയ്ക്കുന്ന ഇടം, the place of submission. ഒലിവിനെ ചതയ്ക്കുന്ന ഇടം, വിധേയത്വത്തിന്റെ ഇടം. ആമേൻ. ഗഡ്സമന ഒലിവുകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ്. അത് മൗണ്ട് ഒലിവ്സ് ആണ്. ആ ഒലിവുകൾ കായ്കളെ ചതച്ച് അതിന്റെ എണ്ണ എടുക്കുന്ന സ്ഥലമാണ് ഗദശമന. ഇതാ ദൈവപുത്രൻ ഒരു ഒലിവിൻ കാ പോലെ ചതയ്ക്കപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ നീ എവിടെങ്കിലും ചതയ്ക്കപ്പെട്ടിട്ടുണ്ടോ? നീ എവിടെങ്കിലും ഉടയ്ക്കപ്പെട്ടിട്ടുണ്ടോ? ജീവിതത്തിൽ എവിടെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടോ? നിന്റെ കൂടെ നിന്നവർ നിന്നെ ചതിച്ചിട്ടുണ്ടോ? എവിടെങ്കിലും നീ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും നിന്നെ ഒറ്റുകൊടുത്തിട്ടുണ്ടോ? നീ എഴുതി വെച്ചുകൊള്ളുക, ഗഡ്സമന നിന്റെ അവസാനമല്ല, നിന്റെ ഉയർപ്പിന്റെ തുടക്കമാണ്. Again I tell you, ഗഡ്സമന നിന്റെ അവസാനമല്ല, നിന്റെ ഉയർപ്പിന്റെ ബിഗിനിങ് സ്റ്റേജ് ആണ്. നിന്റെ ഉയർപ്പിന്റെ ബിഗിനിങ് സ്റ്റേജ് ആണ്. ഇന്ന് രാത്രി വിളിച്ചു പറ, അപ്പാ പിതാവേ, എന്റെ ഹിതമല്ല, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. പ്രാർത്ഥിക്കുവീ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കുവീ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കുവീ. ഇന്ന് രാത്രി പാപത്തിന്റെ പരീക്ഷകൾ, തിന്മയുടെ പരീക്ഷകൾ, വേദനയുടെ പരീക്ഷകൾ, നീ പ്രതീക്ഷിക്കാത്ത ആക്രമണങ്ങൾ നിനക്കെതിരെ ശത്രു അഴിച്ചുവിടുമ്പോൾ, നിനക്ക് നേരെ എറിഞ്ഞ മുഴുവൻ കല്ലുകളെയും, നിനക്ക് നേരെ എറിഞ്ഞ മുഴുവൻ അമ്പുകളെയും, നിന്നെ ക്രൂശിച്ച സകല ക്രൂശുകളെയും, നിന്നെ അടച്ച സകല കല്ലറകളെയും ഒരു ചരിത്രമാക്കി തീർത്തുകൊണ്ട് ഗഡ്സമനയിൽ ചതഞ്ഞ ഒലിവുകൾ ഇതിനകത്തുണ്ടോ? ഗഡ്സമനയിൽ ഉടഞ്ഞ ഒലിവുകൾ ഇതിനകത്തുണ്ടോ? നിന്നെ ആലയത്തിനകത്ത് കത്തുന്ന എണ്ണയാക്കി, നിന്നെ അഭിഷേകം ചെയ്യുന്ന തൈലമാക്കി ഇന്ന് രാത്രി പരിശുദ്ധാത്മ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ക്രൂശിക്കേണ്ടവൻ ക്രൂശിക്കട്ടെ, തള്ളി പറയേണ്ടവൻ തള്ളി പറയട്ടെ. നീ ഒറ്റയ്ക്കല്ല.